സുഹൃത്തുക്കളെ, ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലായോ? നമ്മുടെ പഴയകാല ജീവിത രീതികളിൽ നശിക്കപ്പെടാതെ കിടക്കുന്ന ഒരു തെളിവാണ് ഇട്ടത്. ഒരു 2 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലും 1 മീറ്ററിലേറെ ഉയരത്തിലുള്ള ഒരൊറ്റ കരിങ്കല്ല് കൊത്തിയും കണ്ടിട്ട് കുഴിയാക്കി ഇതേപോലെ ഇവിടെ കൊണ്ടുവെക്കണമെങ്കിൽ അതിൽ എന്തൊക്കെയോ കാര്യങ്ങളും ഉപകാരങ്ങളും ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വേറെയൊന്നല്ല, പണ്ട് കാലത്ത് നമ്മൾ വാഹന ഗതാഗതങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് നാൽക്കാലികളെ ഉപയോഗിച്ച് കാളവണ്ടിയിലൊക്കെ സാധനങ്ങൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്ന കാലത്ത് ഈ നാൽക്കാലികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ പ്രമാണിമാരായിട്ടുള്ള കച്ചവടക്കാരൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണ് കരിങ്കല്ലിന്റെ പാത്രം. ഇതിന്റെ മാത്രമല്ല, ആ കൊല്ലവും ഉണ്ടാക്കിയ വർഷമൊക്കെ എഴുതിച്ചിട്ടുണ്ട് 1923 ഡിസംബർ 6. കെ നാരായണൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കണം നല്ല പൈസ വരും. ഡേറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പൊ 100 കൊല്ലവും, ഇന്നിപ്പോ 2025 ഡിസംബർ 3, 100 വർഷം 3 ദിവസം പാടെ കഴിഞ്ഞ ആവാണ്. അപ്പൊ ആ 100ാമത്തെ വർഷം എനിക്കിത് കണ്ടെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് തന്നെ വലിയൊരു അഭിമാനമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കടയാണ് ഈ കാണുന്നത്. ആ കടേന്റെ അടുത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അതേപോലെ തന്നെ ഇതിനോട് യോജിച്ചും കൊണ്ടൊരു കിണറുണ്ട്. ഇതിന്റെ കെട്ടും കരിങ്കല്ല് കൊണ്ടാണ്. നിറയെ വെള്ളമുണ്ട്. ഒരു കാലത്തും വെള്ളം പറ്റൂല എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ കിണറിന്ന് വെള്ളം മുക്കി ആ കരിങ്കൽ പാത്രത്തിൽ നിറച്ചു വെച്ചതിന് ശേഷം ഇതിലെ പോകുന്ന മിണ്ടാപ്രാണികൾ ആ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ മായനാട് കയറ്റം കയറി പോകുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തത് ഒരു മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ നാട് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ കരിങ്കല്ലിൽ കൊട്ടാരവും കാര്യങ്ങളൊക്കെ കൊത്തിവെക്കുന്നതിന്റെ ഒരു അർത്ഥം കൂടി നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കാം. ഇതുപോലെ 100 അല്ല 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കാലത്ത് അതിന്റെ ചരിത്രം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് മനസ്സിലാക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കുന്നമംഗലത്തിന്റെ ഇടയിലുള്ള മായനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഈ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ റഷീദ്ക്കാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. റഷീദ്ക്കാക്ക് പണ്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്ന വീട്ടിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. റഷീദ്ക്ക, ഇതെന്താണ്? മായനാട് ഒഴുക്കര കയറ്റം തുടങ്ങുന്നിടത്തിലാണിത്. ഇത് മുമ്പ് കാലത്ത് കാളവണ്ടിയായിട്ട് വരുന്നവർക്കുള്ള ഒരു ആശ്രയമായിരുന്നു. കാളവണ്ടിയിൽ നിന്ന് ദൂരത്തു നിന്നൊക്കെ ചരക്കായിട്ട് കോഴിക്കോട്ടേക്ക് പോകുന്നവർ ഈ കയറ്റം തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ വെള്ളം ഓരോരുത്തരുടെ ശ്രമദാനമായിട്ട് ഇതിൽ വെള്ളം നിറച്ചിടും. അപ്പം കാളവണ്ടിയായിട്ട് വരുന്നവര് ഇവിടെ നിർത്തിയിട്ട് ഈ കാളകൾക്ക് ഇതിന്റെ അകത്ത് നിന്ന് വെള്ളം കുടിപ്പിച്ചിട്ടായിരുന്നു പണ്ട് കാലത്ത് ഒക്കെ പോയിരുന്നത്. കാരണം എന്റെ വാപ്പയും വല്യാപ്പയും ഒക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു തളികയാണ്. ഇത് 1923 ആണെന്ന് ഡേറ്റ് ഇതിന്റെ മുകളിൽ കാണുന്നത്, ഡിസംബർ മാസം.